നമ്മൾ ആസിഡ് ഡെറിവേറ്റീവ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ആസിഡ് ക്ലോറൈഡ്സ്, അൻഹൈഡ്രൈഡ്സ്, അമൈഡ്സ് ആൻഡ് എസ്റ്റേഴ്സ്. ഇനി അടുത്ത് വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ഓഫ് നമ്മൾ മിക്കവാറും പറഞ്ഞു കഴിഞ്ഞ പോയിന്റ്സ് ആണ്. കമ്പാരിസൺ ഓഫ് ദി റിയാക്ടിവിറ്റി ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ദ ആസിഡ് ഡെറിവേറ്റീവ്സ്. നമ്മൾ ആസിഡ് ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ച നാലെണ്ണം എന്തൊക്കെയായിരുന്നു എഴുതി വെക്കാം. ആസിഡ് ക്ലോറൈഡ്, acid anhydrides, esters and amides. ഈ നാല് നമ്മൾ ആസിഡ് ഡെറിവേറ്റീവ്സ് പഠിച്ചിരിക്കുക. നാല് തന്നെ പ്രധാനപ്പെട്ട എന്ത് ഡെറിവേറ്റീവ്സ് എന്ന് പറയാ, ഫങ്ഷണൽ ഡെറിവേറ്റീവ്സ് ഓഫ് കാർബോസ്. ഇതിന്റെ റിയാക്ടിവിറ്റി കമ്പയർ ചെയ്യാനും പിന്നെ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ബോയിലിംഗ് പോയിന്റ് നോക്കാം. നമ്മൾ ഇപ്പൊ പറഞ്ഞാൽ മിക്കവാറും അതായത് കാര്യങ്ങൾ പറയുന്നത്, എന്നാലും ഒന്ന് ക്രോഡീകരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സീ ദാറ്റ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പഠിച്ചു കഴിഞ്ഞു. കാർബോസിലിക് ആസിഡ്സ് ഹാവ് കമ്പാരിറ്റീവ്ലി ഹൈ ബോയിലിംഗ് പോയിന്റ്. അതിന്റെ റീസൺ എന്തായിരുന്നു പറഞ്ഞത്? ഞാനിവിടെ രണ്ട് കാർബോസിലിക് ആസിഡ് മോളിക്യൂൾ വരച്ചിട്ടുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരച്ച RCOOH ഉം RCOOH. എന്നിട്ട് നമ്മൾ കണ്ടത് നേരത്തെ ഈ രണ്ട് കാർബോസിലിക് ആസിഡ് മോളിക്യൂൾസ് തമ്മിൽ രണ്ട് ഹൈഡ്രജൻ ഒരു പെയർ ഓഫ് മോളിക്യൂൾസ് തമ്മിൽ രണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്ത് അതൊരു സൈക്ലിക് ആയിട്ടുള്ള എന്താണ് ഡൈമർ ആയിട്ടാണ് സാധാരണഗതിയിൽ ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഡൈമറൈസേഷൻ ആസ് റിസൾട്ട് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇപ്പൊ ഡൈമറൈസേഷൻ എന്താവുക, മൊത്തത്തിലുള്ള മോളിക്കുലർ മാസ്, ഇഫക്റ്റീവ് മോളിക്കുലർ മാസ് കൂടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് RCOOH എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന്റെ വരാൻ സാധ്യതയുള്ള ബോയിലിംഗ് പോയിന്റ്, അതായത് ഏകദേശം ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന് അതിന്റെ മോളിക്കുലർ മാസ് അനുസരിച്ച് തുറക്കാൻ ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും. അതനുസരിച്ച് വരുന്ന ബോയിലിംഗ് പോയിന്റിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഹൈ ബോയിലിംഗ് പോയിന്റ് ആർക്ക് കാർബോസിലിക് ആസിഡ് ഉണ്ടായിരിക്കും. കാരണം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞാണ്, തുടക്കത്തിൽ പറഞ്ഞാണ്, ബിക്കോസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് dimerization as a result of hydrogen bonding. Two carboxylic acid molecules are joined together by two hydrogen bonds. In the two different RCOH ന്റെ OH ന്റെ H ഉം മറ്റേതിന്റെ O ഉം കൂടി ഒരു ബോണ്ട് ഫോം ചെയ്യും. രണ്ടാമത്തെ OH ന്റെ H ഉം ആദ്യത്തെ O ഉം കൂടി വേറൊരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്ത് ഒരു ഡൈമർ ആയിട്ട്, അപ്പം എഫക്റ്റീവ് മോളിക്കുലർ മാസ് എന്താവും, ജസ്റ്റ് ഡബിൾ ആവുന്നത് പോലെയാണ്. ഫുള്ളായിട്ടുള്ള ഒരു ബോണ്ട് അല്ല, ആ ഹൈഡ്രജൻ ബോണ്ട്. അതുകൊണ്ട് തന്നെ അത്ര കൂടുതൽ എഫക്ട് ഉണ്ടാവില്ല. എന്നാലും വി കൻ സേ ദാറ്റ്. അപ്പൊ എന്ത് വേണം, ഇത് ബോയിൽ ചെയ്യണമെങ്കിൽ ഈ രണ്ട് ബോണ്ട് എന്തുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് കൂടുന്നത്? ബിക്കോസ് ഇഫ് ദിസ് ഈസ് ടു ബോയിൽ ആൻഡ് മോളിക്യൂൾസ് ആർ ടു ബി ഫ്രീ, ദീസ് ടു ഹൈഡ്രജൻ ബോണ്ട്സ് ആർ ടു ബി ബ്രോക്കൺ. ബ്രേക്ക് ചെയ്യണം. അപ്പൊ എന്ത് വേണം, അതിന് കൂടുതൽ എനർജി വേണം. അതുകൊണ്ട് തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ബോയിൽ ചെയ്യുമ്പോൾ ഓരോ ആസിഡ് മോളിക്യൂളായിട്ട് ഇങ്ങനെ വേപ്പറൈസ് ചെയ്ത് പോകണമെങ്കിൽ ഈ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് മോളിക്യൂൾസ് വേറെ പറയുകയാണെങ്കിൽ ഈ ബോണ്ടും ബ്രേക്ക് ചെയ്യണം. Hydrogen bonds are to be broken, and for that energy is required. That means the more energy is to be absorbed in order to boil it. That means the boiling point is high. So the carboxylic acids themselves have a high boiling point compared to other molecules of similar അപ്പോൾ കമ്പയർ ചെയ്യുന്നതായിട്ടാണ് അതേ മോളിക്കുലർ മാസുള്ള മറ്റു കോമ്പൗണ്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. അതിന്റെ കാരണം ഇതാണ്. നമ്മുടെ പോയിന്റ് അതല്ല, നമ്മൾ ഇതിന്റെ ഒക്കെ ബോയിലിംഗ് പോയിന്റ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആസിഡ് ക്ലോറൈഡ്സ് ആർ ഹൈലി വോളറ്റൈൽ കോമ്പൗണ്ട്സ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, വേഗം വേപ്പറൈസ് ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ്, ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആസിഡ് ക്ലോറൈഡ്സ് ആർ ലെസ് കമ്പയർഡ് ടു ദിസ് വൺ. നമ്മളിപ്പോൾ ഡൈമറൈസേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും യു കൻ സീ ദാറ്റ് ദിസ് RCOOH RCOCl ഏകദേശം മോളിക്കുലർ മാസ് തുല്യമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. RCOCl RCOOH എന്താ വ്യത്യാസം ഉള്ളത്? ഇവിടെ ഒരു OH, അവിടെ ഒരു Cl. OH 16 17, Cl 35.5. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിന്റെ മോളിക്കുലർ മാസ് ഒരു സിംഗിൾ ആണ്. കാർബോസിലേസിന്റെ മോളിക്യൂളിനേക്കാളും ലേശം മോളിക്കുലർ മാസ് കൂടുതലാണ്. എന്നിട്ട് പോലും ഇതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. കാരണം വളരെ ലളിതമാണ്. നമുക്കറിയാം ഈ ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇവിടെ പോസിബിൾ അല്ല. അവിടെ ആ OH പോയിട്ടാണ് Cl വന്നിരിക്കുന്നത്. നമ്മൾ ആസിഡ് ക്ലോറൈഡ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. അപ്പോൾ ഇതിന്റെ ബോയിലിംഗ് പോയിന്റ്, ആസിഡ് ക്ലോറൈഡ്സിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ് കമ്പയർഡ് ടു ദി പാരന്റ്. ഈ പാരന്റ് ആസിഡ് കമ്പയർ ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. ബിക്കോസ് ഓഫ് ദി absence of dimerization as a result of hydrogen bonding, we can see that here the boiling point is less. പറഞ്ഞ മനസ്സിലായ?
അപ്പോൾ കാർബോക്സിലിക് ആസിഡിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടി എന്തുകൊണ്ടാണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട്. ആസിഡ് ക്ലോറൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഓരോ മോളിക്കൂൾ തമ്മിലുള്ള ബന്ധം കുറവായിരിക്കും. രണ്ട് മോളിക്കൂൾ തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ അതിനെ വേപ്പറൈസ് ചെയ്ത് വേറെ പറയാക്കണമെങ്കിൽ കൂടുതൽ എനർജി ആവശ്യമുണ്ട്, കൂടുതൽ ഹീറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ അത്ര ഹീറ്റ് ചെയ്യേണ്ട എന്നർത്ഥം. So the boiling point of acid chlorides is much less than the parent acid because of the absence of hydrogen bonding in acid chloride compared to carboxylic acid itself. Okay. ഇനി ആസിഡ് എസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാലോ, എസ്റ്റേഴ്സിന്റെ ബോയിലിംഗ് പോയിന്റ് ഇതിനെ അപേക്ഷിച്ച് എസ്റ്റർ അല്ല, ഇതെന്നാണ് അൻഹൈഡ്രൈഡ്സ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൻഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മോളിക്യൂൾസ് ചേർന്ന് ഒരു മോളിക്യൂൾ വാട്ടർ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡ് RCOH കമ്പയർ ചെയ്യുമ്പോൾ CO2 എന്തിന്റെ മോളിക്കുലർ മാസ് വളരെ കൂടുതലാണ്. മാത്രമല്ല ഇവിടുത്തെ പോലെ ഹൈഡ്രജൻ ബോണ്ട് അല്ല, വളരെ സ്ട്രോങ് ബോണ്ട് കൊണ്ടാണ് ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ട് ഒന്നും ബ്രേക്ക് ചെയ്യാനില്ല, പക്ഷെ മോളിക്കുലർ മാസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ബോയിലിംഗ് പോയിന്റ് ആസിഡിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അതൊക്കെ ക്ലിയർ ആകുന്നുണ്ടോ? സോ ദി ആസിഡ് anhydrides have a high boiling point compared to acids. Why? Because the molecular mass, effective molecular mass, ശരിയായ molecular mass വളരെ കൂടുതലാണ് അവർക്ക് അൻഹൈഡ്രൈഡ് കമ്പയർഡ് ടു ഈ ആസിഡിൽ നിന്നാണ് അൻഹൈഡ്രൈഡ് ഉണ്ടാകുന്നത്. അസിറ്റിക് ആസിഡ് ആകുമ്പോൾ എന്താവുക? CH3COOH. അസിറ്റിക് അൻഹൈഡ്രൈഡ് ആകുമ്പോൾ എന്തുണ്ടാവും? CH3CO twice. കണ്ടോ? ഓ. So the molecular mass is very high compared to the acid. So we can see that the boiling point also is high. ക്ലിയർ ആകുന്നുണ്ടോ? ഇതിന് ഡബിൾ ഇല്ല എന്ന് ചോദിച്ചാൽ ഇതിന് ഡബിൾ ഉണ്ടാകുന്ന ഈ ടൈപ്പ് ബോണ്ടാണ്. ഈ ടൈപ്പ് ബോണ്ട് അത്ര സ്ട്രോങ് അല്ല ബ്രേക്ക് ചെയ്യാൻ. മറ്റെന്താണ്? മറ്റേ ശരിയായ ഒരു മോളിക്യൂൾ തന്നെയാണ് മോളിക്കുലർ മാസ്, ഈ ഡബിൾ മോളിക്കുലർ മാസ് ഉള്ളത്. അതിന് ഹൈഡ്രജൻ ബോണ്ടൊന്നുമല്ല, അതിന് ഫുൾ കോവാലന്റ് ബോണ്ടാണ്. അത് ബ്രേക്ക് ചെയ്യാനേ പറ്റില്ല. അതൊരു സിംഗിൾ മോളിക്യൂളാണ്. ഇത് രണ്ട് മോളിക്യൂളെ ബ്രേക്ക് ചെയ്തിട്ടാണ് വേപ്പറൈസ് ചെയ്യുന്നത്. ഇതൊരു സിംഗിൾ മോളിക്യൂളാണ്. അതിന്റെ മോളിക്കുലർ മാസ് ഇതിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. സോ യു കെൻ സേ ദാറ്റ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ anhydride is higher than that of the parent acid. Okay. ഇനി ഇതാണ് എസ്റ്റർ ആണ്. എസ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്. എസ്റ്റർ എന്താണ് സ്ഥിതി? Esters are also having a comparatively low boiling points. Why? Because of again the absence of a hydrogen bonding. ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. അതുകൊണ്ട് തന്നെ എസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേക വോളിയം പോയിന്റ് ആയിരിക്കില്ല. കാരണം നമുക്കറിയാം ഇതിനൊക്കെ ഒരു വോളിയം, ഇതിന് R' മാറുന്നതനുസരിച്ച് വോളിയം പോയിന്റ് കൂടി വരും. ആൽക്കഹോൾ പാർട്ട്, ഇത് ആസിഡ് പാർട്ട്. മനസ്സിലായല്ലോ? ഇത് ആസിഡ് നമ്മുടെ കയ്യിൽ നമ്മൾ ഇത് ആൽക്കഹോൾ പാർട്ട്. ആൽക്കഹോൾ പാർട്ട് COR' എന്നുള്ളത് ഈതേലോ പ്രൊപ്പൈലോ അതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. എന്നാലും കമ്പയർഡ് ടു ദി പാരന്റ് ആസിഡ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എസ്റ്റേഴ്സ് ഈസ് low. Again, reason is the absence of a hydrogen bond. ഇനി അമൈഡിലേക്ക് വന്നാലോ? അമൈഡിന്റെ സ്ഥിതി ഇതൊക്കെ വ്യത്യസ്തമാണ്. അമൈഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനം പറഞ്ഞ അമൈഡ്സ് ആയിരുന്നു. അമൈഡ്സ് നോർമൽ ടെമ്പറേച്ചർ തന്നെ സോളിഡ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ മെൽറ്റേറ്റുവിന്റെ പോലെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. ഈ കൂട്ടത്തില് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് അമൈഡ്സിനാണ്. ഈവൻ കമ്പയർഡ് ടു ദി പാരന്റ് ആസിഡ് അമൈഡ്സ് ഹാവ് എ ഹൈ ബോയിലിംഗ് പോയിന്റ്. അസെറ്റിക് ആസിഡിനെക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും അസെറ്റമൈഡിന്. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് കാണാം ഇവിടെ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. എന്താണ്? NH2 ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രൂപ്പ് അമൈഡിലുണ്ട്. അതായിരിക്കില്ല ആസിഡ് ക്ലോറൈഡിലില്ല, അൻഹൈഡ്രൈഡിലില്ല, എസ്റ്ററിലില്ല. ബട്ട് അമൈഡ്സ് ഫങ്ഷണൽ ഗ്രൂപ്പ് വിച്ച് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട്. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് RCO ഇതാണ് RCONH2 എന്ന് പറഞ്ഞ മോളിക്യൂൾ. RCONH2. ഓക്കെ. ഇവരും എന്ത് ചെയ്യും? RCO. വേറെ മോളിക്യൂൾ കാണിച്ചിട്ടുണ്ട് RCONH2. We can see that a hydrogen bond can be formed between the oxygen of one amide molecule and the hydrogen of the other amide molecule. NH2 ഉള്ള ഒരു H ഉം വേറൊരു മോളിക്യൂളിലുള്ള CONH2 ലുള്ള ഈ CONH2 ലുള്ള ഈ H ഉം ആ CONH2 ലുള്ള O ഉം തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്. ഇത് വേറൊരു O ഉം തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട്, വേറൊരു CO. മനസ്സിലാകുന്നുണ്ടോ? This type of extensive hydrogen bonding is there in
അമൈഡ്സ്. പറയുന്നത് മനസ്സിലാകുന്നോ? അതായത് CO NH2ലുള്ള 2 H ഉണ്ട്, ഒരു H അല്ല, 2 ഹൈഡ്രജൻ ആണ് ഓരോ മോളിക്യൂളിലും വിത്ത് ഓക്സിജൻ ഓഫ് ആ മോളിക്യൂളിലുള്ള കേട്ടോ വേറെ മോളിക്യൂളിൽ ഓക്സിജൻ ആയിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. സോ വി കാൻ സീ ദാറ്റ് നമ്മളെ ഇതുപോലെ കാർബോക്സിലിക് ആസിഡ് പോലെ 2 മോളിക്യൂൾ ഇത് ബോണ്ട് അതുമായിട്ട് അത് മറ്റേതായിട്ട് എല്ലാം തമ്മിൽ ബോണ്ടഡ് ആണ്. ദാറ്റ് മീൻസ് ദേ ആർ എക്സ്റ്റെൻസീവ്ലി അസോസിയേറ്റഡ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്, മേക്കിംഗ് യൂസ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഓഫ് ദി അമൈഡ് ഗ്രൂപ്പിലുള്ള CO NH2 ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് മറ്റേ CO NH2ലുള്ള ഓക്സിജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുകയും ഇത് തമ്മിൽ ഹൈലി അസോസിയേറ്റ് ആയിരിക്കും ചെയ്യുന്നതുകൊണ്ട് എന്താണ് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഈവൻ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. ദാറ്റ്സ് ദ റീസൺ വൈ അമൈഡ്സ് ഈ കൂട്ടത്തില് നോർമൽ ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കുന്നത് ഇത് മാത്രമേ. ഇതൊക്കെ സോളിഡ് ആണെങ്കിൽ ഈ ആറിന്റെ സൈസ് വളരെ കൂടണം. നോർമൽ ആയിട്ട് ഇതിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എന്താണ് ലിക്വിഡ്സ് ആണ്. വേറസ് അമൈഡ്സ് ആർ ഫോമമൈഡ് ഒഴികെ, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു HCONH ഫോമമൈഡ് ഒഴികെ ബാക്കി എല്ലാ അമൈഡ്സും സോളിഡ്സ് ആണ്. അതിന്റെ കാരണം എന്താണ്? ഈ ടൈപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടാണ് ബോയിലിംഗ് പോയിന്റ് മാക്സിമം ആണ്. അപ്പൊ ഈ കൂട്ടത്തിലെ മാക്സിമം ബോയിലിംഗ് പോയിന്റ് ആയിരിക്കാണ് അമൈഡ്സിനാണ്. എന്തുകൊണ്ടാണ്? അമൈഡ്സിൽ മാത്രമേ ഈ ഡെറിവേറ്റീവ്സിന്റെ കൂട്ടത്തില് എന്തിനുള്ള കഴിവുള്ളൂ? ഹൈഡ്രജൻ. അതിൽ മാത്രമേ OH പോയിട്ട് വരുന്ന NH2 ആണ്. മറ്റേ OH പോയിട്ട് വരുന്ന വേറെ എന്തെങ്കിലും ഗ്രൂപ്പാണ്, അതിൽ ഹൈഡ്രജൻ ഇല്ല. ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നു. ആസിഡ് ക്ലോറൈഡ് ആയിരിക്കും മിക്കവാറും ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുക. പിന്നെ വരുന്നത് എസ്റ്റേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് പിന്നെ അമൈഡ്സ് ആണ് ഏറ്റവും കൂടുതൽ, പിന്നെ വരുന്നത് അൻഹൈഡ്രേറ്റ്സ് ആണ്, പിന്നെ വരുന്നത് എസ്റ്റേഴ്സ് ആണ്, ഏറ്റവും കുറവ് ആസിഡ് ക്ലോറൈഡ്സ് ആണ്. ഞാൻ പറഞ്ഞു എസ്റ്റേഴ്സിന് കൃത്യമായി ബോയിൽ വരുമ്പോൾ കുറയാൻ പറ്റില്ല, അതിന്റെ വലിപ്പം കൂടി വരും. മനസ്സിലായില്ല? അതുകൊണ്ട് എന്നാലും ജനറലി വി ക്യാൻ സേ ദാറ്റ് they have a comparatively low boiling point compared to anhydrides, but they have high boiling point compared to chloride. ഏറ്റവും ബോയിലിംഗ് പോയിട്ട് കുറഞ്ഞ ആസിഡ് ക്ലോറൈഡ്സ്, ഏറ്റവും കൂടിയത് അമൈഡ്സ് വരും. കാരണം മനസ്സിലാക്കുക, കാരണം പ്രധാന പോയിന്റ് ഇതാണ്, ഹൈഡ്രജൻ ബോണ്ടിംഗ് ആണ് അമൈഡ്സിന്റെ കേസിൽ. ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എവിടെയും കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ലാത്തതാണ് ഇവിടെ ബോയിലിംഗ് പോയിന്റ് കുറയാൻ കാരണം. ഇവിടെ കൂടാൻ കാരണം എന്താണ്? മോളിക്യുലർ മാസ് വളരെ കൂടുതലായിരിക്കുന്നതുകൊണ്ടാണ്. Comparison of the boiling points. You compare the boiling points of acid, chlorides, amides, anhydrides and esters. You can see that ആദ്യം പറയാ ആസിഡ്സിന്റെ ബോയിലിംഗ് പോയിന്റ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലാണ്, ബിക്കോസ് ഹൈഡ്രജൻ ബോണ്ടിങ് കൂടി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട്. പിന്നെന്താണ്? ടേക്ക് ദി ഡെറിവേറ്റീവ്സ്, you can see that if you take acid chlorides have a low boiling point compared to acids itself, because in acid chloride there is no possibility of a hydrogen bond. So it has a low boiling point. And we come to esters also. Esters have a low boiling point, but it is having a somewhat higher boiling point compared to acid chlorides. And the boiling point may increase with the increase in the size of the R dash. ഇത് നമുക്ക് മിക്സ് ചെയ്തോ, R ഇത് R dash ആവാം, R2 പിന്നെ ഇതേലാവാം, പ്രൊപ്പൈലാവാം, ബ്യൂട്ടൈലാവാം, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഇപ്പൊ അസിറ്റിക് ആസിഡിന്റെ ബ്യൂട്ടൈൽ ആസിഡ് എടുത്താൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് മീഥൈൽ അസിഡിനെക്കാളും കൂടുതലായിരിക്കും. മീഥൈൽ അസിഡിനേക്കാൾ കൂടുതലായിരിക്കും ഈഥൈൽ അസിഡിനേക്കാൾ കൂടുതലായിരിക്കും പ്രൊപ്പൈൽ അസിഡിന്, അതിനേക്കാൾ കൂടുതലായിരിക്കും ബ്യൂട്ടൈൽ അസിഡ്. അത് സംശയം ബോയിലിംഗ് പോയിന്റ് കൂടി വരും. എന്നാൽ ജനറലി ബോയിലിംഗ് പോയിന്റ് lower than that of the parent acid. Okay. Then coming to amides, we can say that the amides are having the maximum boiling point in this class because of this type of a association of molecules due to hydrogen bonding. Okay. ഇനി അതിന്റെ റിയാക്ടിവിറ്റി ആണ്. അത് നമ്മളെ പല സമയത്തായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ്. ആസിഡ് ക്ലോറൈഡ്സ്, അമൈഡ്സ്, എസ്റ്റേഴ്സ് ആൻഡ് അൻഹൈഡ്രേറ്റ്സിന്റെ റിയാക്ടിവിറ്റിയിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയത് തുടക്കം വരെ പറഞ്ഞാൽ ദ മോസ്റ്റ് റിയാക്റ്റീവ് ഈസ് ആസിഡ് ക്ലോറൈഡ്. ശ്രദ്ധിക്കുക, ബോയിലിംഗ് പോയിന്റിൽ ഏറ്റവും കുറഞ്ഞ സാധനം ആസിഡ് ക്ലോറൈഡ് ആണ്, റിയാക്ടിവിറ്റിയിൽ ഏറ്റവും കൂടിയ സാധനവും ആസിഡ് ക്ലോറൈഡ് ആണ്. തിരിച്ചറിയിക്കുക, ബോയിലിംഗ് പോയിന്റിൽ ഏറ്റവും കൂടിയത് അമൈഡ് ആണ്, റിയാക്ടിവിറ്റി ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ലേ, ഓർത്തൊക്കെ പറഞ്ഞാണ്. റിയാക്ടിവിറ്റിയിൽ ഏറ്റവും കുറഞ്ഞത് അമൈഡ്സ് ആണ്. എന്തുകൊണ്ടാണ് അമൈഡ്സിന്റെ റിയാക്ടിവിറ്റി കുറഞ്ഞിരിക്കുന്നത്? അമൈഡ്സിന്റെ ഏത് ആസിഡ് ഡെറിവേറ്റീവിൻ്റെതായാലും നമുക്കറിയാം ആർ, ഇവിടെ സെറ്റിന്റെ എന്താണ്? സെറ്റ് Cl ആവാം, പിന്നെന്താവാം OCOR ആവാം, അല്ലെങ്കിൽ OR- ആവാം, അല്ലെങ്കിൽ എന്താവാം NH2 ആവാം.
ആസിഡ് സെന്റിന്റെ സ്ഥാനത്ത് Cl വന്നാല് ആസിഡ് ക്ലോറൈഡ്, OCOR വന്നാല് അൻഹൈഡ്രൈഡ്, OR ഡാഷ് വന്നാല് എസ്റ്ററി, NH2 വന്നാല് അമൈഡ്. അപ്പൊ ഇതിന്റെ സ്വഭാവം കാരണം നമ്മൾ റിയാക്ഷൻ നടക്കുന്നത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ട് ഇവിടെയാണ്. ഈ കാർബണിന്റെ എന്താണ് ഇലക്ട്രോഫിലിക് നേച്ചർ അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് അസൈഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം പോസിറ്റീവ് ചാർജ് പ്രസന്റ് ഓൺ ദിസ് കാർബൺ. അതാണ് ഇതിന്റെ റിയാക്ടിവിറ്റിക്ക് അല്ല കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദി മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ലൈക്ക് ദിസ് carbon becomes slightly positive, and the greater the positive charge on the carbon atom, the more is the reactivity. And you have seen that in the case of acid chlorides or acid chlorides, the very high electronegativity of chlorine. But chlorine വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പിന്നെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നുണ്ട്. The positive charge on this acyl carbon or carbonyl carbon increases further compared to acid itself. ആസിഡിനേക്കാൾ കൂടുതലായിരിക്കും ആസിഡ് ക്ലോറൈഡില്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പോസിറ്റീവ് ചാർജ് കൂടുന്നതുകൊണ്ട് തന്നെ അതിന്റെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും, വളരെ കൂടുതലാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും റിയാക്റ്റീവ് ആയത് ആസിഡ് ക്ലോറൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് എന്താണ് OCOR ആണ്. അതായത് OCOR എന്ന് പറഞ്ഞാൽ അൻഹൈഡ്രൈഡ്സ് ആണ്. Anhydrides are also reactive, but the reactivity is less than that of the acid chlorides. അതിന്റെ കാരണം എന്താ പറഞ്ഞത് നമ്മള് ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. OCOR. This carbon, the electron deficiency, electron deficiency on this carbon is partially made up by this type of electron movement by oxyലുള്ള ഇലക്ട്രോൺ കുറച്ചിങ്ങോട്ട് കൊടുക്കാൻ കഴിവുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ പോസിറ്റീവ് ചാർജ് ഇവിടുത്തേക്കാളും ക്ലോറിന്റെ കേസിനേക്കാളും കുറവായിരിക്കും. പറഞ്ഞ് ക്ലിയർ ആയോ? അതുകൊണ്ട് ഇതിന്റെ റിയാക്ടിവിറ്റിയും ഇതിനപേക്ഷിച്ച് കുറവാണ്. ഇത് carbonyl carbon in anhydrides is a less positive than the carbonyl carbon in acid chloride. Acid chloride ഇതിന്റെ പോസിറ്റീവ് നേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് അതിന്റെ റിയാക്ടിവിറ്റിയും കുറവായിരിക്കും. ആസിഡ് ക്ലോറൈഡിനെ അപേക്ഷിച്ച് റിയാക്ടിവിറ്റി കുറവാണ്. ആൻഡ് ദീസ് ടു, ഈ രണ്ടെണ്ണം ആസിഡ് ക്ലോറൈഡും അൻഹൈഡ്രൈഡും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അസൈലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് എ അസൈൽ ഗ്രൂപ്പ് ഇൻ ടു സം അതർ കോമ്പൗണ്ട്സ്. അസൈൽ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ആസിഡ് ക്ലോറൈഡ് ആണ്, പിന്നെ ആസിഡ് അൻഹൈഡ്രൈഡ് ആണ്. And we come to esters. എസ്റ്റേഴ്സില് അതിന്റെ റിയാക്ടിവിറ്റി ആസിഡ് ക്ലോറൈഡിനെയും ആസിഡ് അൻഹൈഡ്രൈഡിനെ അപേക്ഷിച്ച് അതിനേക്കാളും കുറവാണ്. മനസ്സിലായില്ലേ? OR dash is a electron releasing group and that releases some electron towards a OR dash എന്ന് പറഞ്ഞാല് of course കൊടുക്കാൻ പറ്റും, പക്ഷെ ഇതിനാണ് അപേക്ഷിച്ച് അത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിയാക്ടിവിറ്റി ഇതിനെ അപേക്ഷിച്ച് അൻഹൈഡ്രൈഡിനെ അപേക്ഷിച്ച് അതിന്റെ റിയാക്ടിവിറ്റി പിന്നെയും കുറവായിരിക്കും. അമൈഡ്സിൽ വരുമ്പോഴോ അമൈഡ്സ് ആർ നോട്ട് അറ്റ് ഓൾ useful as an acylating agent. They have very low reactivity compared to the substitution reactions at carbon atom. Why? As a nucleophilic acid substitution വളരെ സ്ലോ ആണ്. ഇവിടെ അന്ന് പറഞ്ഞു ഹൈഡ്രോളിസിസ് ഒക്കെ നടക്കുന്നത് വെള്ളം ഉപയോഗിച്ച് പോലെ നടക്കുകയില്ല, ആസിഡ് ബേസ് ഒക്കെ വളർന്നത്. ഇവിടെ നൈട്രജൻ കുറച്ചുകൂടി നന്നായിട്ട് ഇലക്ട്രോൺ കൊടുത്ത് ഏകദേശം അവിടെ റെഫറൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് RCO NH2 ഇവിടെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതിങ്ങനെ കൊടുക്കും. അപ്പോൾ ഇവിടുന്നുള്ള നഷ്ടം ഏകദേശം പൂർണ്ണമായും ഇവിടുന്ന് നികത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാർബണിന്റെ പോസിറ്റീവ് ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ റിയാക്ടിവിറ്റി വളരെ കുറവാണ്. പിന്നെ റിയാക്ടിവിറ്റി എങ്ങനെ വരുന്നത്? റിയാക്ടിവിറ്റി ഓഫ് ആസിഡ് ക്ലോറൈഡ്സ് ഈസ് മാക്സിമം, then comes anhydrides, then comes esters, and the least reactive the amides. ബോയിലിംഗ് പോയിന്റ് ആണല്ലോ. ബോയിലിംഗ് പോയിന്റ് ആണെന്ന് ശ്രദ്ധിക്കുക. ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ ആയിരിക്കാണ് അമൈഡ്സിനാണ്, പിന്നെ അൻഹൈഡ്രൈഡ്സിനാണ്, പിന്നെ എസ്റ്റേഴ്സിനാണ്. ഏറ്റവും കുറവ് ആസിഡ് ക്ലോറൈഡ്സിനാണ്. അവിടെ നമ്മുടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങും മോളിക്കുലർ മാസും ഒക്കെ ബന്ധപ്പെടുത്തി പറയാം. ഇവിടെ ഈ റിയാക്ടിവിറ്റി പറയുമ്പോൾ ഈ കാർബണിന്റെ പോസിറ്റീവ് എത്രത്തോളം പോസിറ്റീവ് ചാർജ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അത് റിയാക്റ്റീവ് ആയിരിക്കും. അത് മാക്സിമം വരുന്നത് ആസിഡ് ക്ലോറൈഡ്സിനാണ്. ആസിഡ് ക്ലോറൈഡ്സ് ആണ് അക്കൂട്ടത്തിൽ ഏറ്റവും റിയാക്റ്റീവ്, അമൈഡ്സ് ആണ് അക്കൂട്ടത്തില് ലീസ്റ്റ് റിയാക്റ്റീവ് എന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ ഓഫ് ദി ബോയിലിംഗ് പോയിന്റ് ആൻഡ് റിയാക്ടിവിറ്റി അടുത്ത സിലബസിലുള്ള വാക്കാണ് കമ്പാരിസൺ ഓഫ് ദി ബോയിലിംഗ് പോയിന്റ് ആൻഡ് റിയാക്ടിവിറ്റി ഓഫ് ദി ഡെറിവേറ്റീവ്സ്. അപ്പൊ അതോടുകൂടി ഡെറിവേറ്റീവ്സിന്റെ കാര്യം കംപ്ലീറ്റ് ആയി.
ഇനി അതിൽ ചെറിയ ഒരു പോയിന്റും കൂടി കാർബോക്സിലിക് ആസിഡിൽ ബാക്കിയുള്ളത് എന്താണ്? അസെൻഡ് ആൻഡ് ഡിസെൻഡ് ഇൻ ദി ഹോമോളോഗസ് സീരീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ നമുക്ക് ഹോമോളോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃത്യമായിട്ട് അല്ലേ? നമ്മള് ആസിഡിന്റെ ഹോമോളോഗസ് സീരീസ് എടുത്തു കഴിഞ്ഞാൽ HCOH ഫോമിക് ആസിഡ്, then comes CH3COH acetic acid, then comes CH3CH2COH, then comes CH3CH2CH2COH. കോമൺ നെയിം ആണെങ്കിൽ ഫോമിക് ആസിറ്റിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ്. IUPAC നെയിം ആണെങ്കിൽ മെത്തനോയിക് ആസിഡ്, എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്, ബ്യൂട്ടനോയിക് ആസിഡ് ആൻഡ് സോ ഓൺ. ഇത് ഒരു എന്താണ് ഹോമോളോഗസ് സീരീസ് ആണ്. ഇതേപോലെ പല സീരീസ് ഉണ്ടാവും. മെത്തനോൾ, എത്തനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ, പെന്റനോൾ, അല്ലെങ്കിൽ മെത്തനാൽ, പ്രൊപ്പനാൽ, ബ്യൂട്ടനാൽ, പെന്റനാൽ എല്ലാം ഇല്ലേ? ഇതേപോലെ ഏത് സീരീസ് നമ്മൾ എന്താ പറയുക പഠിച്ച നേരത്തെ ഇതെല്ലാം അറിയുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞ ഹോമോളോഗസ് സീരീസ്. നമ്മളിപ്പം ഇവിടെ പറയുന്നത് എന്താണ്? അസെൻഡ് ആൻഡ് ഡിസെൻഡ്. അസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കയറുക. ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറങ്ങുക. അസെൻഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വലിയ മേലേക്ക് മേലേക്ക് പോവുക, ഡിസെൻഡ് താഴേക്ക് താഴെ. ഇവിടുന്ന് മേലേക്ക് മേലേക്ക് പോകുന്നത് ഇങ്ങനെയാണ്, താഴോട്ടാണ്, കുഴപ്പമില്ല. And you can see that ascent in the homologous series means a conversion of a particular compound into its next higher homologue. Ascent in the homologous series means a conversion of a particular compound into its next higher homologue. Conversion of a ethanoic acid into propanoic acid. അതിനാണ് എന്ത് പറയുന്നത്? ascent. കയറ്റം ഇറക്കാണ്, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ താഴോട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടത്തേക്ക് പോകുന്നത്, പിന്നെ ഇവിടുന്ന് ഇതിനാണ് നമ്മൾ എന്ത് ascent എന്ന് പറയുന്നത്. അതിന് വേറെ വാക്കുകൾ ബുക്കിൽ കാണും. സ്റ്റെപ്പിംഗ് അപ്പ് മേലോട്ട് വരും. ഫോമിക് ആസിഡിനെ അസെറ്റിക് ആസിഡ് ആക്കുക, അസെറ്റിക് ആസിഡിനെ പ്രൊപ്പനോയിക് ആസിഡ് ആക്കുക, പ്രൊപ്പനോയിക് ആസിഡിനെ ബ്യൂട്ടനോയിക് ആസിഡ്. അതാണ് അസെന്റ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് അപ്പ് എന്ന് പറയുന്നത്. തിരിച്ച് ഡിസെൻഡ് ഇറക്കം അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് ഡൗൺ. അത് ചേരെ തിരിച്ചാണ് ബ്യൂട്ടനോയിക് ആസിഡിനെ പ്രൊപ്പനോയിക് ആസിഡ് ആക്കി മാറ്റുക, പ്രൊപ്പനോയിക് ആസിഡിനെ എന്താക്കി മാറ്റുക? എത്തനോയിക് ആസിഡിനെ ഏതൊന്ന് എല്ലോ അല്ല. ഈ പ്രോസസ് അതിൽ ഏതെങ്കിലും പ്രോസസ് എന്ന് പറയുന്ന പേരാണ് എന്ത്? ഡിസെൻഡ്. ചുരുക്കി പറഞ്ഞാല് if you convert RCOOH into RCH2COH, ഒരു CH2 കൂടി നമുക്കറിയാം ഹോമോളോഗസ് സീരീസ്. each consecutive member in a homologous series differ by one methylene group, CH2 group അല്ലേ? അപ്പോൾ ഇതെന്താണ്? അസെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ എന്ന് പറയൂ സ്റ്റെപ്പിംഗ് അപ്പ് എന്ന് പറയും. നേരെ മറിച്ച് if you take RCH2COH and convert it into RCOH, തിരിച്ച് ഇതിന്റെ നേരെ തിരിച്ച് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ഡിസെൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? സ്റ്റെപ്പിംഗ് ഡൗൺ എന്ന് പറയും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് ഒരു ആസിഡിനെ അതിന്റെ അടുത്ത മേലെയുള്ള ഹോമോളോഗാക്കി മാറ്റുക? മേലെ എന്ന് പറഞ്ഞാൽ കൂടിയത്, ഒരു കാർബണേറ്റം കൂടിയത്, സ്റ്റെപ്പിംഗ് അപ്പ് ഓർ അസെൻഡ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കാർബോസിലിക് ആസിഡിനെ അതിന്റെ തൊട്ട് പുറകിലുള്ള കാർബണേറ്റം കുറഞ്ഞ കാർബോസിലിക് ആസിഡ് ആക്കി മാറ്റുക, അത് സ്റ്റെപ്പിംഗ് ഡൗൺ. എങ്ങനെ? RCOH RCH2COH ആക്കി മാറ്റാം. ദാറ്റ് ഈസ് സ്റ്റെപ്പിംഗ് അപ്പ് ഓർ അസെൻഡ് ഇൻ ദി സീരീസ്. അല്ലെങ്കിൽ എങ്ങനെ RCH2COH RCOH ആക്കി മാറ്റാം. ദാറ്റ് ഈസ് സ്റ്റെപ്പിംഗ് ഡൗൺ ഓർ ഡിസെൻഡ് ഇൻ ദി ഹോമോളോഗസ്. ഇത് രണ്ടും നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.